जय मसीह की। मैं परमेश्वर का धन्यवाद करता हूँ। परमेश्वर ने मेरे जीवन में ये अनुग्रह दिया कि इस रीति से मैं आपसे मिल पाया और इस कलीसिया के साथ संगति और आराधना करने पाया हूँ। मैं आनंदित हूँ। നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാനും കൂട്ടായ്മ അനുഭവിപ്പാനും ഒക്കെ ദൈവം ഒരു അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. मैं परिवार सहित प्रभु की सेवा छत्तीसगढ़ के बालोद जिला के डोंडी लोहारा नाम के एक स्थान में करता हूँ. ഛത്തീസ്ഗഡിലെ ബാലോദ് എന്ന് പറയുന്ന ആ ജില്ലയിൽ ഡോണ്ടി ലഹാര എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. आइए हम थोड़ा समय परमेश्वर के वचन से विचार करेंगे और परमेश्वर हम सबों से बातें करने पाए. നാം അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. അതിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. कोई नई बात नहीं है. हम सब परमेश्वर के उन वचनों को हमेशा पढ़ते और सुनते रहते हैं. मैं सिर्फ उन भागों से आपके मनों को प्रभु में प्रोत्साहित करने के लिए यहाँ पर खड़ा हूँ. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല. നാം എല്ലാവരും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഈ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നതിനായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. मेरे साथ निकाले फिलिपियों की पत्री 3 अध्याय उसका 20 और 21 पद. फिलिपियंस चैप्टर 3 वर्स 20 and 21. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി. But our citizenship is in heaven. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. पर हमारा स्वदेश स्वर्ग पर है और हम एक उद्धारकर्ता प्रभु यीशु मसीह के वहां से आने की बाट जोह रहे हैं. वह अपनी शक्ति के उस प्रभाव के अनुसार जिसके द्वारा वह सब वस्तुओं को अपने वश में कर सकता है, हमारी दीनहीन देह का रूप बदलकर अपनी महिमा के देह के अनुकूल बना देगा. पर हमारा स्वदेश स्वर्ग पर है. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. आज का मुख्य विषय है हमारा स्वदेश स्वर्ग पर है. ഇന്നത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം എന്നുള്ളത് നമ്മുടെ പൗരത്വം സ്വന്തമായ ദേശം സ്വർഗമാണ് എന്നുള്ളതാണ്. पौलुस ने इस पत्री को फिलिप्पी की कलीसिया को लिखा और विश्वास में आने के 30 साल बाद वह इस पत्री को लिख रहा है. ഈ ലേഖനം ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയതാണ് പൗലോസിനാൽ. താൻ വിശ്വാസത്തിൽ വന്നതിന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം എഴുതിയത്. और इस समय वो रोम में नजरबंद है, उसको पहरे में रखा गया है और वो कैसर के सिंहासन के सामने अपने पेशी के लिए वो इंतजार कर रहा है. ഈ ലേഖനം എഴുതുന്ന സമയത്ത് താൻ റോമൻ കാരാഗ്രഹത്തിൽ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടവനായിട്ട് കൈസറിനെ ഫേസ് ചെയ്യുവാനായിട്ട് ന്യായവിധിക്കായിട്ട് താൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. करीब 11 साल पहले जब प्रेरितों के काम उसके 16वें अध्याय में वो मकिदुनिया के प्रदेश में फिलिप्पी नामक एक शहर में गया. ഇതിന് ഏതാണ്ട് 11 വർഷം മുൻപ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ ഫിലിപ്പിയിൽ താൻ സുവിശേഷം അറിയിക്കുന്നതിനായിട്ട് കടന്നു ചെന്നതായിട്ട് നാം വായിക്കുന്നു. ये उसकी दूसरी सेवा यात्रा के दौरान था जब वो एक नदी के किनारे कुछ बहनों को देखता है और उनको वो प्रभु के सुसमाचार को सुनाता है और वहां बाइबल कहता है कि परमेश्वर ने लुदिया के मन को खोला कि वो पौलुस की बातों पे चित लगाए. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ സുവിശേഷം അറിയിക്കുവാനായിട്ട് പോയ സമയത്ത് നദിക്കരയിൽ ചില സ്ത്രീകളോട് സുവിശേഷം പറയുകയും അവിടെ ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നതായിട്ട് നാം വായിക്കുന്നു. और फिलिप्पी की कलीसिया के पहले विश्वासनी के रूप में परमेश्वर ने लुदिया का और उसके घराने का उद्धार किया.
ഫിലിപ്പിയ സഭയുടെ ആരംഭ ആദ്യത്തെ വിശ്വാസി എന്നുള്ള നിലയിൽ ലുദിയെയും തൻ്റെ കുടുംബത്തെയും കർത്താവ് തിരഞ്ഞെടുക്കും. पौलुस फिलिप्पी की कलीसिया को, जो फिलिप्पी की कलीसिया पौलुस के लिए विशेषकर आर्थिक रीति से बहुत ज्यादा सहयोगी थे. ഫിലിപ്പിയ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയിൽ വിശേഷാൽ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ച ഒരു സഭയാണ്. चौथे अध्याय में हम उन बातों को देख सकते हैं कि किस रीति से पौलुस उनको अपने हृदय से धन्यवाद देते हुए कहता है कि तुमने जो दिया वो परमेश्वर के सन्मुख में सुखदायक सुगंध है. നാലാം അധ്യായത്തിൽ പൗലോസ് അവർക്ക് നന്ദി സൂചകമായിട്ട് പറയുമ്പോൾ എഴുതുമ്പോൾ താൻ പറയുന്നുണ്ട്, നിങ്ങളാൽ ഞാൻ പ്രാപിച്ചത് സൗരഭ്യവാസനയുള്ള യാഗമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. परंतु उसी कलीसिया को पौलुस याद दिलाता है कि हमारा स्वदेश स्वर्ग पर है. എന്നാൽ ആ സഭയോടാണ് പൗലോസ്, ആ സഭയെയാണ് ഓർപ്പിക്കുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മുടെ സ്വദേശം സ്വർഗമാണ്. तीसरे अध्याय में 5 पद से आगे पौलुस अपने पुराने विरासत के विषय में वो बात करता है और फिर उसके आगे वो मसीह के पहचान के विषय में बात करता है. മൂന്നാം അധ്യായത്തിന്റെ 5 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ തന്റെ പഴയ ജീവിതത്തിന്റെ പ്രശംസനാർഹമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് താൻ പറയുന്നുണ്ട്. 5 മുതലുള്ള താഴെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് താൻ പറയുന്നുണ്ട്. परंतु तीसरे अध्याय उसके 19 पद में उसके अंतिम भाग में पौलुस इस प्रकार से लिखता है, और पृथ्वी की वस्तुओं पर मन लगाए रहते हैं. എന്നാൽ 19-ാം വാക്യത്തിന്റെ അവസാനം നാം ഇങ്ങനെ വായിക്കുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. कुछ लोगों के बारे में पौलुस लिखता है, कलीसिया से कहता है कि हमारा स्वदेश स्वर्ग में है. उसी समय पौलुस कहता है परंतु कुछ लोग हैं जो अपना मन पृथ्वी पर लगाए रहते हैं. ഫിലിപ്പിയ സഭയോട് താൻ പറയുന്നത് നമ്മുടെ സ്വദേശം സ്വർഗമാണെന്നാണ്. എന്നാൽ കുറച്ച് ആളുകളോട് താൻ പറയുകയാണ്, അവരുടെ മനസ്സ് ഭൂമിയിലുള്ളതിന് മേൽ കേന്ദ്രീകൃതമാണ്. प्रभु के एक महान दास बिली ग्राहम ने इस प्रकार से कहा, What is the use of being famous on earth when heaven doesn't know your name? ശ്രേഷ്ഠനായിരിക്കുന്ന ബില്ലി ഗ്രഹാം ഒരു പ്രാവശ്യം തന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗം നിങ്ങളെ അറിയുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ളതായിരിക്കുന്ന പേരും പ്രശസ്തിയും കൊണ്ട് എന്ത് പ്രയോജനം? इसके दो अर्थ हैं. അതിന് 2 അർത്ഥങ്ങളാണുള്ളത്. जिन्होंने उद्धार नहीं पाया है, स्वर्ग उनके नाम को नहीं जानता है. भले हो सकता है कि वे पृथ्वी पर बहुत ज्यादा ख्याति प्राप्त हो. ഒരുപക്ഷെ കുറച്ച് ആളുകൾ ഈ ലോകത്തിൽ വളരെയധികം പേരെടുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളായിരിക്കാം. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, വിശ്വസിച്ചിട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുകളിൽ. दूसरे वे लोग हैं जिन्होंने प्रभु को पाया है और पृथ्वी पर उनका बहुत नाम है, परंतु स्वर्ग उनको ठीक से नहीं जानता है. രണ്ടാമതൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നവര് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിലും അങ്ങനെയുള്ളവരിലും ചിലര് ഈ ഭൂമിയിൽ വളരെ പേരും പ്രശസ്തിയുള്ളവരാണെന്നാൽ പലപ്പോഴും സ്വർഗത്തിൽ അറിയപ്പെടേണ്ടതുപോലെ അറിയപ്പെടുന്ന രീതിയിലല്ല ജീവിക്കുന്നത്. अर्थात उन्होंने स्वर्ग में नाम पाने के लिए अपने जीवन को नहीं जिया. ഈ സ്വർഗരാജ്യത്തിൽ അവരുടെ പേരുകൾ ആദരിക്കപ്പെടത്തക്കവണ്ണം അവർ ജീവിക്കുന്നില്ല. मेरा सवाल ये है कि हम इस पृथ्वी पर किसके लिए जी रहे हैं? നമ്മുടെ മുൻപാകെയുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം നാം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ജീവിക്കുന്നു? हमारा जीवन, हमारा समय, हमारा परिश्रम, हमारी योग्यताएं, हमारा धन, हम किन बातों के लिए खर्च कर रहे हैं? നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ പൈസയും ഒക്കെ നാം ഏത് കാര്യത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്? मैं जब यहाँ आराधना के लिए प्रवेश कर रहा था, ഞാനിവിടെ ആരാധനയ്ക്കായിട്ട് ഈ ഹോളിലേക്ക് കയറുന്ന സമയത്ത് तब प्रभु के दास ने मुझसे ये कहा, ദേവദാസനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, एडाकारा असेंबली की एक बहुत बड़ी विरासत है. ഇടക്കര സഭയോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേക ഗുണങ്ങളൊക്കെ മനസ്സിലാക്കുവാനിടയായി. ये कलीसिया करीब 25
सेवकों को जन्म देकर यहाँ से सेवा के लिए बाहर भेजने वाली एक जननी की तरह है। ഈ സ്ഥലസഭ ധാരാളം ദൈവദാസന്മാർക്ക് ജനനം നൽകി അവരെ കർത്താവിന്റെ വേലയ്ക്കായി പുറത്തേക്ക് അയച്ചിട്ടുള്ള സഭയാണ്. And I really amazed to hear it. ഞാനത് കേൾക്കുന്നതിൽ വളരെ ആശ്ചര്യമുള്ളവനായിട്ട് തീർന്നു. पौलुस के बैकग्राउंड के विषय में पौलुस 3 अध्याय उसके 5वें पद से आगे कहता है, मैं उसको पढ़ूंगा. 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ളതായിരിക്കുന്ന ചില വാക്യങ്ങളിൽ പൗലോസിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറം, തന്റെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8वें दिन मेरा खतना हुआ, इस्राएल के वंश और बिन्यामीन के गोत्र का हूँ, इब्रानियों का इब्रानी हूँ, व्यवस्था के विषय में यदि कहो तो फरीसी हूँ. 5-ാം വാക്യത്തിൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. पौलुस के पास एक बहुत बड़ी धरोहर है. പൗലോസിനെ പ്രശംസിക്കുവാനായിട്ട് വലിയ കാര്യങ്ങൾ തന്നിൽ ഉണ്ടായിരുന്നു. देखिए वो कितना धनी था, कितना पैसा उसके पास में था, उन बातों की चर्चा वो नहीं कर रहा है. പൗലോസ് എത്രമാത്രം ധനവാനാണ്, എത്രമാത്രം പൈസ തനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് താൻ ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല. ऐसा माना जाता है, इतिहासकार बताते हैं कि पौलुस के पिताजी का व्यवसाय जहाज का व्यवसाय था. ചരിത്രം നമ്മോട് പറയുന്ന കാര്യം പൗലോസിന്റെ പിതാവിന് വലിയ ബിസിനസ്, വലിയ വ്യാപാരം നടത്തിയിരുന്ന ഒരു മനുഷ്യനാണെന്നാണ്. उनके पास बहुत सारे जहाज थे. താൻ വളരെയധികം കപ്പലുകളുടെ ഉടമയായിരുന്നു. मतलब कि वो बहुत धनी था, വലിയ ധനവാനായിരുന്നു. वो रोमी नागरिक था. റോമ പൗരത്വം സ്വന്തമായിട്ട് ഉള്ളവനായിരുന്നു. रोमी नागरिकता आसानी से प्राप्त नहीं होती. ഒരു റോമ പൗരത്വം ആർക്കും അത്ര എളുപ്പത്തിൽ ലഭിക്കുവാനായിട്ട് സാധിക്കില്ല. परंतु उन बातों को वो यहाँ पर नहीं बताता है. എന്നാൽ ആ കാര്യങ്ങളൊന്നും പൗലോസ് ഇവിടെ പറയുന്നില്ല. परंतु जिन बातों को बताता है वो महत्वपूर्ण है. എന്നാൽ ഏതെല്ലാം കാര്യങ്ങളാണ് താൻ ഇവിടെ പറയുന്നത് അത് വളരെ മഹത്വമേറിയതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളാണ്. पहली बात वो कहता है 8वें दिन मेरा खतना हुआ. ഒന്നാമത്തെ കാര്യം താൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റമെന്ന് പറയുന്നു. परमेश्वर के साथ अब्राहम और परमेश्वर की जो वाचा थी उसके अनुसार परमेश्वर ने व्यवस्था में आज्ञा दी थी कि 8वें दिन पुत्र का खतना किया जाए. ദൈവവും അബ്രഹാമും തമ്മിലുള്ളതായിരിക്കുന്ന വലിയ ഉടമ്പടി പ്രകാരം 8-ാം നാളിൽ ഒരു ആൺകുഞ്ഞിനെ പരിച്ഛേദന ചെയ്യണമെന്നുള്ള നിയമം ഉണ്ടായിരുന്നു. हमारे भारत देश में मेरे अनुसार से अगर मैं कहूं तो गलत नहीं कि आप इस्राएली हैं. നമ്മുടെ ഭാരതത്തിന്റെ സ്ഥിതിയിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഇസ്രായേലിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കില്ലെന്ന് ധരിക്കുകയാണ്. आलोचनात्मक नहीं है, तारीफ के लिए मैं बोल रहा हूं. അത് നമ്മളെ നിരാശപ്പെടുത്താനായിട്ടുള്ളതല്ല, നമുക്ക് തന്നെ പ്രശംസയ്ക്കുള്ളതായിരിക്കുന്ന വിഷയമായിട്ട് ഞാൻ പറയുകയാണ്. जैसे पूरी दुनिया में परमेश्वर ने अपने लिए इस्राएल को अलग किया, वैसे ही परमेश्वर ने भारत देश में केरल को अलग किया. ദൈവം തന്റെ മഹത്വത്തിനായിട്ട് മുഴുവൻ ലോകത്തിൽ നിന്നും ഇസ്രായേലിനെ ദൈവത്തിനായിട്ട് വേർതിരിച്ചതുപോലെ ഭാരതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ ആളുകളെ കർത്താവിനായിട്ട് പ്രത്യേകം വേർതിരിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. केरल के लोग जिनसे मैं मिला हूं, चाहे वो विश्वासी हो चाहे अविश्वासी हो, वो जब केरल छुट्टियों में आते हैं वो ये नहीं कहते कि हम अपने राज्य जा रहे हैं, वो कहते हैं कि हम अपने देश जा रहे हैं. കേരളത്തിലെ ആളുകൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും അവര് കേരളത്തിലേക്ക് അവധിക്കൊക്കെ മടങ്ങി വരുമ്പോൾ അവര് ഒരിക്കലും അങ്ങനെ പറയാറില്ല, ഞങ്ങൾ അവധിക്ക് പോവാണെന്ന് പറയാറില്ല, ഞാൻ കേരളത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. पौलुस कहता है मैं इस्राएल के वंश का हूं. പൗലോസ് പറയുകയാണ് ഞാൻ ഇസ്രായേലിയനാണ്. आगे वो कहता है और बिन्यामीन के गोत्र का हूं. പൗലോസിന്റെ ഗോത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. बिन्यामीन गोत्र की क्या विशेषता है? ബെന്യാമീൻ ഗോത്രത്തിന് എന്താണ് പ്രത്യേകതയുള്ളത്?
क्या आप जानते हैं कि इस्राएल को जो पहला राजा परमेश्वर ने दिया शाऊल, वो बिन्यामीन के गोत्र से था। ഇസ്രായേലിന്റെ മധ്യത്തിൽ ദൈവം ആദ്യമായിട്ട് നൽകിയ രാജാവ് ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. क्या आप जानते हैं कि सुलेमान के पुत्र रहूबियाम के समय जो राज्य दो भागों में बट गया, यहूदा एक तरफ अकेले खड़ा था, उसको साथ देने के लिए जो खड़ा था वो था बिन्यामीन। ശലോമോന്റെ കൊച്ചുമകന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതായിരിക്കുന്ന സമയത്ത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ബെന്യാമീൻ ഗോത്രക്കാരാണ് ഉണ്ടായിരുന്നത്. क्या आप जानते हैं कि यरूशलेम शहर जिस भाग में पड़ता है वो भाग बिन्यामीन के गोत्र को मिला था। ഇസ്രായേലിന്റെ ദേശം, ഇസ്രായേൽ എന്ന് പറയുന്ന ആയിരിക്കുന്ന ആ ഭൂമി പ്രദേശം ബെന്യാമീൻ ഗോത്രം പാർക്കുന്നതിനോട് ചേർന്നുള്ളതാണ്. आगे पौलुस कहता है कि इब्रानियों का इब्रानी हूं। പിന്നെ പൗലോസ് പറഞ്ഞ ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. इब्री भाषा बोलने वाला इजरायली हूं। എബ്രായ ഭാഷ സംസാരിക്കുന്നത് ഇസ്രായേലിയരാണ്. पौलुस के समय में रोमी शासन के अधीन लोग अपने आप को इब्री होकर प्रकट करना अपमान समझते थे। ഈ റോമാ ഗവൺമെന്റ് ഭരണ സമയത്ത് ഒരാൾ എബ്രായ ഭാഷ സംസാരിക്കുന്ന അപമാനമായിട്ട് ചിന്തിച്ചിരുന്നു. पुरुष लोग सार्वजनिक स्नानागार में नहाने के लिए ऊंचे पद के लोगों के साथ ऐसा माना जाता है कि उन्होंने अपने खतने की क्रिया को शल्य क्रिया द्वारा ढांप लिया था, ताकि वे पहचाने ना जाएं। एक बार जो खतना पक्षी होता है उसको उन्होंने ढांप लिया ताकि लोगों के साथ वो सार्वजनिक स्नानागार पर ओपन बात എട്ടാം നാളിലെ പരിച്ഛേദനയ്ക്ക് ശേഷം അവരുടെ നഗ്നത കാണാത്ത രീതിയിൽ കുളിക്കാനായിട്ട് അവര് അതൊരു അപമാനമായിട്ട് കണ്ടുകൊണ്ട് പൊതുവായിരിക്കുന്ന അവരെ അപമാനിക്കാനായിട്ട് പൊതുവായിട്ടുള്ള കുളങ്ങൾ അവർക്ക് കുളിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു. और पौलुस कहता है कि मैं इब्रानियों का इब्रानी हूं, चाहे दुनिया इधर की उधर हो जाए, जो मेरा पहचान है वो मैं किसी भी कारण से बदल नहीं सकता हूं। പൗലോസ് പറയുന്നത് ലോകം എങ്ങനെ ചിന്തിച്ചാലും എങ്ങോട്ട് മാറിയാലും എന്നെ കുറിച്ചുള്ളതായിരിക്കുന്ന എന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഞാൻ എബ്രായയിൽ ജനിച്ച എബ്രായനാണ്. आगे लिखा है व्यवस्था के विषय में यदि कहो तो फरीसी हूं। പിന്നെ പൗലോസ് പറയുകയാണ് ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. फरीसी कौन होता है? പരീശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? यीशु मसीह के समय अक्सर देखा जाता था शास्त्री और फरीसी और महायाजक याजक लोग यीशु मसीह को हमेशा विरोध करते थे। യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും പുരോഹിതന്മാരെ കുറിച്ചും മഹാപുരോഹിതന്മാരെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. അവർ പലരും കർത്താവിനെ വിരോധിച്ചവരാണ്. उन दिनों में फरीसियों की संख्या मात्र करीब 6000 थी। ആ സമയത്ത് പരീശന്മാരുടെ സംഖ്യ ഏകദേശം 6000 മാത്രമായിരുന്നു. और ये वो लोग हैं जिन्होंने अपने आप को परमेश्वर की व्यवस्था के लिए अलग किया हुआ था। അവര് കർത്താവിന്റെ വചനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. परमेश्वर के व्यवस्था को की छोटी से छोटी बातों को मानने के लिए, व्यवस्थित करने के लिए और लोगों को सिखाने के लिए वे बहुत ज्यादा समर्पित थे। ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിലും മറ്റുള്ളവർ അതനുസരിക്കുന്നതിലും നിഷ്കർഷതയോടുകൂടി അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവരായിരുന്നു. कलीसिया में प्रभु ने प्राचीनों को, दासों को रखा है मेरे प्रियो। ദൈവസഭയിലും ദൈവം മൂപ്പന്മാരെയും ശുശ്രൂഷകന്മാരെയും നിയമിച്ചിട്ടുണ്ട്. जवान लोगों के साथ में हमेशा ये समस्या है कि वे अधीन होकर रहना नहीं चाहते हैं। യുവാക്കന്മാരെ സംബന്ധിച്ച് നാം എപ്പോഴും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സഭയ്ക്ക് കീഴ്പ്പെട്ട് പോകുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ്. और इस कारण से कई बार कलीसिया के प्राचीन उनको दुश्मन की तरह दिखाई देते हैं। പലപ്പോഴും അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ മൂപ്പന്മാരാകാം ശുശ്രൂഷകന്മാരാകാം അവരും യുവാക്കന്മാരും തമ്മിലുള്ള ഒരു ചെറിയ മാനസിക ബുദ്ധിമുട്ട് കാണാനായിട്ട് കഴിയും. परंतु ये वे लोग हैं जिनको परमेश्वर ने अपनी कलीसिया में रखा है ताकि परमेश्वर के वचन की गरिमा को कलीसिया में और आपके जीवन में बनाकर रखे। എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷ രംഗങ്ങളിൽ ദൈവ
ദൈവം ആളുകളെ വെച്ചിരിക്കുന്നത് ദൈവവചനം നിങ്ങളുടെ മധ്യത്തിൽ പഠിപ്പിക്കുവാനും നിങ്ങളെ അതനുസരിച്ച് ജീവിക്കുവാൻ സഹായിക്കുന്നതിനായിട്ടാണ്. तो ये पौलुस का बैकग्राउंड है, तो ये पौलुस का बैकग्राउंड है. ഈ പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. लेकिन उसके 7वें और 8वें पद में इस प्रकार से वो कहता है, 7-8 വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുകയാണ്, परंतु जो जो बातें मेरे लाभ की थी उन्हीं को मैंने मसीह के कारण हानि समझ लिया है, वरन मैं अपने प्रभु मसीह यीशु की पहचान की उत्तमता के कारण सब बातों को हानि समझता हूँ, जिसके कारण मैंने सब वस्तुओं की हानि उठाई और उन्हें कूड़ा समझता हूँ, जिससे मैं मसीह को प्राप्त करूं. ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. 8वें पद में पौलुस कहता है, प्रभु मसीह यीशु की पहचान की उत्तमता के कारण. 8-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം താൻ പറയുകയാണ്. 30 साल बाद दूसरी बार वो इस बात को दोहरा रहा है. 30 വർഷത്തിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പൗലോസ് ഈ വാക്ക് പറയുന്നത്. 30 साल पहले परमेश्वर के विषय में उसकी पहचान अलग थी. 30 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ കുറിച്ചുള്ള തന്റെ തിരിച്ചറിവ് മറ്റൊന്നായിരുന്നു. जब वो प्रेरितों के काम 9वें अध्याय में दमिश्क के मार्ग पर था और अचानक ज्योति चमकी और उसका साक्षात्कार प्रभु यीशु मसीह से हुआ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പെട്ടെന്ന് തന്റെ മുൻപിൽ ഒരു പ്രകാശം മിന്നുകയും ആ നിലയിൽ തനിക്കുണ്ടായതായിരിക്കുന്ന രൂപാന്തരവും അവിടെ നാം വായിക്കുന്നു. और वहां पे पौलुस ने एक सवाल किया, हे प्रभु तू कौन है जिसे मैं सताता हूं. അവിടെ പൗലോസ് ആ സംഭവത്തിന് മുൻപാകെ ശൗൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ നീ ആരാകും? उसने पूछा, हे प्रभु तू कौन है? जवाब मिला, मैं यीशु हूं. അവൻ കർത്താവേ നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഉത്തരം ലഭിച്ചു, ഞാൻ യേശുവാണ്. पौलुस समझ गया कि जिस परमेश्वर की आराधना मैं अपने बाप दादों की रीति पर करता हूं, वही सेम परमेश्वर आज मुझे मिल गया है. പിതാക്കന്മാരുടെ കാലം മുതൽ ഏത് ദൈവത്തെയാണോ ആരാധിച്ചു വന്നത് ആ ദൈവത്തെ ഇന്ന് കണ്ടുമുട്ടി എന്ന് പൗലോസിന് മനസ്സിലായി. और गलातियों की पत्री पहले अध्याय में वो कहता है, जब परमेश्वर की इच्छा हुई कि वो अपने पुत्र को मुझ पर प्रकट करे, तो मैंने मांस और लहू से सलाह नहीं ली. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിനെ എന്റെ മുൻപാകെ ദൈവത്തെ എന്റെ മുൻപാകെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ഇച്ഛിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല എന്ന് നാം വായിക്കുന്നു. उसने उस उत्तम परमेश्वर को प्रभु यीशु मसीह के रूप में पहचान लिया. അവൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉത്തമനായിട്ട് ശ്രേഷ്ഠനായിട്ട് തിരിച്ചറിഞ്ഞു. और जैसे जैसे वो उस प्रभु के साथ चलते जा रहा है, 30 साल के बाद भी प्रभु के पहचान और प्रभु के प्रति उसका समर्पण धूमिल नहीं हुआ है. 30 വർഷം താൻ കർത്താവിനോടുകൂടെ ജീവിച്ചതിന് ശേഷം നടന്നതിന് ശേഷവും കർത്താവിനെ കുറിച്ചുള്ള തിരിച്ചറിവിന് ഒരിക്കലും അവരിൽ കുറവ് സംഭവിച്ചിട്ടില്ല. अगर धूमिल नहीं हुआ है तो पहचान बढ़ता जा रहा है. കുറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ആ തിരിച്ചറിവിൽ പരിജ്ഞാനത്തിൽ ഒന്നുകൂടെ വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. वो समर्पण बढ़ता जा रहा है. അവന്റെ സമർപ്പണം, കർത്താവിനോടുള്ള സമർപ്പണം വർദ്ധിച്ചു വരികയാണ്. और 30 साल के बाद वो कहता है, पहले तो मेरा ध्येय था कि मैं उस प्रभु के लिए जीऊंगा, परंतु आज मेरा लक्ष्य है कि मैं जैसे उस प्रभु ने मेरे लिए अपना जान दिया, गलातियों 2:20 में कहता है, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया, वैसे ही उस मृत्युंजय परमेश्वर के मृत्यु और फिर से जी उठने के मर्म को जानना चाहता हूं. പൗലോസ് പറയാണ്, താൻ ആരംഭ സമയത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു തന്റെ ലക്ഷ്യമെങ്കിൽ ഗലാത്യലേഖനത്തിൽ താൻ പറയുന്നുണ്ട്, അവൻ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് മുൻപോട്ട് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അവന്റെ കഷ്ടാനുഭവത്തോടും മരണത്തോടും ഏകീഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. हम इस संसार में इस सब चीजों को पा लेना चाहते हैं.
ലോകത്തിൽ ഇതെല്ലാം നമ്മൾ പ്രാപിക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല. चीजों को पकड़े रहना चाहते हैं. നമ്മൾ ഇതൊന്നും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. एक बहुत बड़ी प्रभु की दासी ने इस प्रकार से कहा, चीजों को, आपके प्रिय चीजों को आप कस के मत पकड़ो, क्योंकि जिस दिन परमेश्वर आपके हाथ से उस चीज को निकालने के लिए आपके उंगली को सीधा करेगा या मुट्ठी खोलेगा, आपको दर्द होगा. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വളരെ ഇഷ്ടമുള്ള പ്രിയമായിരിക്കുന്ന ഒന്നിനെയും നാം മുറുകെ പിടിക്കുവാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ദൈവം ആ പ്രിയപ്പെട്ടതിനെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് നമ്മുടെ വിരലുകൾ ദൈവം തുറക്കുമ്പോൾ, ഇങ്ങനെ കൂട്ടി മുറുകെ പിടിക്കുന്ന വിരലുകളെ ദൈവം തുറന്ന് ആ പ്രിയപ്പെട്ട വസ്തുവാകാം, വ്യക്തിയാകാം, അതിനെ എടുക്കുമ്പോൾ അത് നമുക്ക് വേദനയുള്ളതായിട്ട് തീരും. पौलुस कहता है कि जो बातें मेरे लाभ की थी उन्हीं को मैंने हानि समझ लिया, वरन कूड़ा समझता हूं. പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ഛേദമെന്നെണ്ണി. മാത്രമല്ല, മറ്റൊരു വാക്കുകളുണ്ട് മലയാളത്തിൽ, എന്താണത്? കൂട എനിക്ക് മനസ്സിലായി, പക്ഷെ അത് ആ വാക്കല്ല ഇവിടെ മലയാളത്തിൽ. ചവറെന്നെണ്ണി. കൂടാമ്പി ഞാൻ മലയാളം തന്നെയാണ്. तो कहता है कि मैं यीशु मसीह की पहचान के कारण से मेरा जो पहचान है, मेरे पास की जो चीजें हैं वो कूड़ा है. പൗലോസ് പറയുന്നത്, ഞാൻ യേശുക്രിസ്തുവിനെ വ്യക്തമായി അറിഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് എനിക്കുള്ളതായിരിക്കുന്ന അറിവും എൻ്റെ അഡ്രസ്സും എല്ലാം ഞാൻ ചവറെന്ന് എണ്ണുകയാണ്. क्या आपको पता है बाइबल में अपनी पत्नी को छोड़कर कहा गया है कि किसी दूसरे की पत्नी को याद रखो. ബൈബിളില് വേറൊരാളുടെ ഭാര്യയെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians chapter 5 verse 7. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. क्योंकि हम रूप को देखकर नहीं पर विश्वास से चलते हैं. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു. इस वचन का उस भाग से क्या अर्थ है? ഈ ഭാഗത്ത് ഈ വചനത്തിന് എന്ത് അർത്ഥമാണുള്ളത്? जरा याद करिए लूत और अब्राहम के चुनाव के विषय में. അബ്രഹാമിന്റെയും ലൂത്തിന്റെയും തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ जब उनके चरवाहों में झगड़ा होने लगा, अब्राहम ने कहा, यदि तू दाहिनी ओर जाएगा तो मैं बाईं ओर जाऊंगा, यदि तू बाईं ओर जाएगा तो मैं दाहिनी ओर जाऊंगा, पर लूत सबसे पहले तू चुन ले. അബ്രഹാമിന്റെയും ലൂത്തിന്റെയും ഇടയന്മാർ തമ്മിൽ സ്ഥലത്തോട് ബന്ധപ്പെട്ടുള്ളായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അബ്രഹാം പറയുന്നൊരു വാക്കുണ്ട്, നീ വലത്തേക്കെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞപ്പോൾ ലൂത്ത് ഏതാണ് തെരഞ്ഞെടുത്തത്? और बाइबल कहता है कि लूत ने सदोम और अमोरा के पास की हरी भरी तराई को चुना. ബൈബിൾ വായിക്കുന്നത് ലൂത്ത് സൊദോമിന്റെയും ഗൊമോറയുടെയും അടുത്ത പ്രദേശങ്ങളായിരിക്കുന്ന പച്ച നിറഞ്ഞതായിരിക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്തു. उसने पृथ्वी पर कौन सी लाभ की बातें हैं जो उसको वर्तमान फायदा पहुंचाएगी, उन बातों को चुना. ലൂത്ത് തന്റെ ജീവിത കാലഘട്ടത്തിൽ തനിക്ക് താൽക്കാലികമായി ലാഭം ലഭിക്കാവുന്ന സ്ഥാനങ്ങളാണ് താൻ തിരഞ്ഞെടുത്തത്. ലൂത്ത് की दृष्टि में सदोम और अमोरा हरा भरा है. ലൂത്തിന്റെ ദൃഷ്ടിയിൽ സോദോമും ഗൊമോറയും ഒക്കെ വളരെ പച്ച പുൽപ്പുറങ്ങളാണ്. परंतु परमेश्वर उसी उत्पत्ति 13वें अध्याय में कहता है कि सदोम और अमोरा के लोग यहोवा के लेखे में दुष्ट थे. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം പറയുന്നത് സൊദോമിലെയും ഗൊമോറയിലെയും ആളുകൾ ദൈവത്തിന്റെ മുൻപാകെ നികൃഷ്ടരാണ്.
लूत का देखना संसार के देखने समान है, ലൂത്ത് ലോകത്തിലെ മനുഷ്യർ നോക്കുന്നത് പോലെയാണ് കാര്യങ്ങളെ നോക്കുന്നത്. लेकिन परमेश्वर क्या देखता है? वो आत्मिक बातों को देखता है. ദൈവം എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. विवाह के दिन में, जोनत भाई के विवाह के दिन में प्रभु के दास ने एक विश्वासी परिवार के चुनाव के विषय में उन्होंने उदाहरण दिया, जहां पे उन्होंने कहा कि उस परिवार ने जमीन लिया है जो कलीसिया से बहुत दूर है. യോനാഥന്റെ വിവാഹത്തിന്റെ ദിവസം ദൈവാനം ശുശ്രൂഷിച്ച ദൈവദാസൻ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു കുടുംബത്തിലെ കാര്യമാണ് പറഞ്ഞത്. താൻ സഭാഗോളിൽ നിന്ന് വളരെ ദൂരത്ത് സ്ഥലം വാങ്ങിയതിനെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു. एक और व्यक्ति से वो मिले कुछ महीने पहले और उनके बच्चों के विषय में उन्होंने पूछा, तो उनका जवाब बहुत ही साधारण था कि उनको जहां जगह मिला वहां वो संगति में जाते हैं. മറ്റൊരു വിശ്വാസിയുടെ മകന്റെ ആത്മീക കൂട്ടായ്മയെ കുറിച്ച് താൻ ചോദിച്ചപ്പോൾ അതും തനിക്ക് ഇഷ്ടമുള്ളിടത്ത് ആ കുഞ്ഞു പോകുന്നു, എല്ലാവരും അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. लेकिन वास्तविक परमेश्वर के वचन और आत्मिक जीवन का क्या? ശരിക്കും ദൈവവചനവും ആത്മീക ജീവിതവും എന്ന് പറഞ്ഞാൽ എന്താണ്? क्या वे लोग इस पृथ्वी के लिए जी रहे हैं? നാം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണോ? हमारे जीवन को आज जांचने की जरूरत है कि हमको पता है कि हमारा स्वदेश स्वर्ग है, लेकिन हमारे जीवन से हम कहते हैं कि नहीं नहीं, हमारा स्वदेश पृथ्वी है. നമ്മുടെ സ്വദേശം സ്വർഗമാണെന്ന് നാം അറിയുമ്പോഴും നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം നാം വെളിപ്പെടുത്തുന്നത് സ്വർഗമല്ല, നമ്മുടെ സ്വദേശം ഈ ഭൂമി തന്നെയാണ് എന്നുള്ളതാണ്. लूत आंखों से देखकर चुना, अब्राहम विश्वास से चुना. ലോത്ത് തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് നല്ലതൊക്കെ തിരഞ്ഞെടുത്തെന്നാൽ അബ്രഹാം വിശ്വാസത്താലാണ് താൻ കാര്യങ്ങളെ തിരഞ്ഞെടുത്തത്. और अब्राहम ने जिस समय उस स्थान को चुना, वो जगह जो है वो बंजर भूमि थी. നാം വായിക്കുന്നത് അബ്രഹാം തിരഞ്ഞെടുത്തതായിരിക്കുന്ന സ്ഥലം ആ എടുക്കുന്ന സ്ഥലത്ത് യാതൊരു വിധമായിരിക്കുന്ന ഫലഭൂയിഷ്ഠത്തിനുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ കൃഷിക്ക് യോഗ്യമായിരുന്ന സ്ഥലമല്ല എന്നുള്ളതാണ്. लेकिन परमेश्वर ने जो प्रतिज्ञा का देश उसे दिया, आज वो इज़राइल जो दुनिया को उन्नत कृषि की तकनीकें देता है. എന്നാൽ ദൈവം തന്റെ ജനത്തിന് വാഗ്ദത്തമായി നൽകിയ ആ കനാൻ ദേശമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പുഷ്ടിയുള്ളതായിരിക്കുന്ന കൃഷിയിടം എന്ന് നമുക്കറിയാം. पढ़ने के लिए समय नहीं है, परंतु इब्रानियों की पत्री में मैं आपका ध्यान थोड़ा सा ले जाना चाहूंगा. ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. इब्रानियों की पत्री 11वां अध्याय, എബ്രായ ലേഖനം 11-ാം അധ്യായം. उसका 35 पद के 35 to 38. 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാറുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കൊലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പാർപ്പുകളിലും പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. जब कई बार हम प्रभु के लोग इस संसार की चीजों को पकड़ के रखना चाहते हैं और हमेशा इस पृथ्वी पर ही सारी चीजों को पाना चाहते हैं. പലപ്പോഴും നാം ഈ ലോകത്തിലുള്ളത് പലതും നമ്മുടേത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും നമ്മുടെ കയ്യിലുള്ളതിനെ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. परमेश्वर का वचन इब्रानियों की पत्री 11वां अध्याय में कहता है कि उन्होंने परमेश्वर के लिए खोना सीखा. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം ഈ വായിച്ച ഭാഗത്ത് ദൈവമക്കളായിരിക്കുന്ന അവിടുത്തെ ജനം പലതും കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. 35 पद में के अंतिम लाइन में लिखा है, कितने तो मार खाते खाते मर गए और छुटकारा ना चाहा, इसलिए कि उत्तम पुनरुत्थान के भागी हो. 35-ാം വാക്യത്തിന്റെ അവസാനം നാം വായിക്കുന്ന മറ്റു ചിലർ നല്ലൊരു പുനരുദ്ധാനത്തിനായിട്ട് അവർ ഭേദ്യമേറ്റു എന്നാണ്. पढ़ने के लिए बहुत सारी आयतें हैं, വായിക്കാനായിട്ട് ഒരുപാട് വചനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. परंतु मेरा समय समाप्त हो गया है. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. परंतु परमेश्वर का वचन फिलिप्पी के पत्री उसके
तीसरे अध्याय में आज सुबह हमें याद दिलाता है ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നമ്മെ ഇന്ന് ഓർപ്പിക്കുന്ന കാര്യം हमारा स्वदेश स्वर्ग में है നമ്മുടെ സ്വന്തം ദേശം സ്വർഗമാണ്. और हम एक उद्धारकर्ता प्रभु यीशु मसीह के वहां से आने की बाट जोह रहे हैं. അവിടുന്ന് നാം കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുകയാണ്. हमारी नागरिकता स्वर्ग की है और हमारा प्रभु हमको लेने के लिए आने वाला है. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്ന് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് വരുവാനായിട്ട് പോവുകയാണ്. परंतु 21 पद कहता है वह अपनी शक्ति के उस प्रभाव के अनुसार जिसके द्वारा वह सब वस्तुओं को अपने वश में कर सकता है हमारी दीनहीन देह का रूप बदलकर अपनी महिमा की देह के अनुकूल बना देगा. 21-ാം വാക്യം സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. प्रभु यीशु मसीह अपने शक्ति के प्रभाव के द्वारा हमारी दीनहीन अवस्था को बदलकर वो महिमा का देह कर देगा. കർത്താവ് തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. All things will fade away. മറ്റെല്ലാ കാര്യങ്ങളും മാറിപ്പോകും. सारी चीजें धूमिल हो जाएंगी. उपयोग करते करते वो खत्म हो जाएंगी. चाहे गाड़ी हो, बंगला हो, पैसा हो, चाहे कपड़े हो, चाहे कामकाज हो, चाहे इस पृथ्वी पर नाम हो, शोहरत हो, सब चीजें खत्म हो जाएंगी. നമ്മുടെ പക്കലുള്ളതായിരിക്കുന്ന വാഹനമാകാം, വീടാകാം, വസ്ത്രങ്ങളാകാം, പൈസയാകാം, നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരു ദിവസം മാറിപ്പോകുന്നതാണ്. इसका ये अर्थ नहीं है कि हम हमारे बच्चों को गल्फ ना भेजे, विदेशों में ना भेजे, अच्छी शिक्षा ना दे, अच्छा एजुकेशन ना दे. इसका अर्थ कतई वो नहीं है. അതിന്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടെന്നോ അവരെ ജോലിക്കായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കണ്ടെന്നോ ഉള്ളതല്ല. इसका ये अर्थ कतई नहीं है कि यीशु मसीह ने जैसे उस जवान युवक को कहा कि जा अपनी संपत्ति बेचकर कंगालों को दे दे. ഇതിന്റെ അർത്ഥം അതുമായിരിക്കുന്നില്ല. കർത്താവ് ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ നിന്റെ സമ്പത്തൊക്കെ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതുമല്ല. पौलुस के पास एक बहुत बड़ी विरासत थी जिसको उसने प्रभु की महिमा के लिए उपयोग किया. പൗലോസിനുണ്ടായിരുന്ന എല്ലാ ശ്രേഷ്ഠതകളും ആദരവുകളും പൗലോസ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചു. लोगों के उद्धार के लिए उसने उन चीजों का, उन संसाधनों का उसने प्रयोग किया. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പക്കൽ ഉണ്ടായിരുന്ന എല്ലാ സാധ്യതകളെയും താൻ ഉപയോഗിച്ചു. एक जगह जेल में वो कहता है कि मैं रोमी नागरिक हूँ. ഒരു സ്ഥലത്ത് താൻ പറയുന്നുണ്ട് ഞാൻ റോമാക്കാരനാണ്, റോമ പൗരത്വമുള്ളവനാണ്. उस बात को बोलने की क्या जरूरत थी? അവിടെ അത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? अगर वो उन चीजों को कूड़ा समझता है तो उसने क्यों उपयोग किया? ആ കാര്യങ്ങളിലേക്ക് താൻ ചവറന്ന് എണ്ണുന്നുവെങ്കിൽ എന്തിനാണ് പിന്നെ താൻ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് പറഞ്ഞത്? पौलुस और दूसरे प्रेरितों के पत्रियों की तुलना करके आप देखें पौलुस के ज्ञान, कला कौशल और बुद्धि का परमेश्वर ने उसकी पत्रियों और सेवा में उपयोग किया. പൗലോസിന് ദൈവം കൊടുത്തായിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും എല്ലാം ആ കർത്താവിനെ പ്രകീർത്തിക്കുന്നതിനായി തന്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ് താൻ ഉപയോഗിച്ചത്. इसका अर्थ ये है मेरे प्रियो कि परमेश्वर ने जो भी योग्यता, कला कौशल, संसाधन आपको दिया है, मुझे दिया है, उसको परमेश्वर के राज्य के विस्तार के लिए आपको और मुझको खर्च करना है. ഇതിന്റെ അർത്ഥം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ സാധ്യതകളും എല്ലാ കഴിവുകളും എല്ലാ വരദാനങ്ങളും നാം കർത്താവിനെ അറിയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. मैंने कहा था कि सारी चीजें मुरझा जाएंगी. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയുണ്ടായ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ഉണങ്ങിപ്പോകുന്നതാണ്. परंतु आज इस पृथ्वी पर जब तक आप जीवित हैं, यदि आपने उन चीजों को परमेश्वर के राज्य के विस्तार के लिए उपयोग करते हैं, वो कभी भी धूमिल नहीं होगा. എന്നാൽ ഈ ജീവിത കാലഘട്ടത്തിൽ നാം ലോകത്തിൽ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. दानियल की पुस्तक में वचन कहता है तब सिखाने वालों की ज्योति सूर्य के समान होगी. ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അന്ന് നീതിമാന്മാരുടെ ഉപദേശിക്കുന്നവരുടേതായിരിക്കുന്ന വെളിച്ചം സൂര്യനെ പോലെ പ്രകാശിക്കും. हालेलुया. Praise the Lord. ब्रदरन लोग हालेलुया शायद कम उपयोग करते हैं, परंतु इस बात पे तो बोलना चाहिए. നമ്മുടെ മധ്യ സാധാരണ ഹാലേലൂയ പറയാറില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോഴെങ്കിലും ഹാലേലൂയ പറയേണ്ടതാണ്. स्वर्ग के दूत इसका उपयोग करते हैं. സ്വർഗ്ഗദൂതന്മാർ ഉപയോഗിക്കുന്ന ഭാഷയാണ്. आपके फायदे के लिए है. നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്.
अनंतता तक आप प्रभु के राज्य में प्रकाशमान रहेंगे। നമ്മൾ നിത്യതയോളം നിത്യത മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ പ്രകാശം ജ്വലിപ്പിക്കുന്നവരായിട്ട് നിലകൊള്ളും. परंतु शर्त है यदि आप इस पृथ्वी पर उसका उपयोग प्रभु के लिए करते हैं। എന്നാൽ അത് നാം ഈ ലോകത്തിൽ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. यदि पृथ्वी पर अपने लिए जीते हैं, अपने नाम और शोहरत के लिए, अपने सुख के लिए, वो जीवन सिर्फ पृथ्वी पे रहेगा। लेकिन जैसे बिली ग्राहम ने कहा, क्या फायदा इस पृथ्वी पर फेमस होके जब स्वर्ग आपके नाम को नहीं जानता है। കേവലം ഈ ലോകത്തിൽ ലോകത്തിന്റെ പേരിൽ പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് നാം ഇതെല്ലാം ഉപയോഗിക്കുന്നത് ജീവിക്കുന്നതുമെങ്കിൽ ബില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ ഇവിടെ ഫേമസ് ആയിട്ട് അവിടെ പേരില്ലെങ്കിൽ എന്ത് കാര്യം. हम ऐसे जिए कि हम यहाँ के नहीं। നാം ഇവിടെ ഇതല്ല നമ്മുടെ സ്വദേശം എന്ന് മനസ്സിലാക്കി ആ ബോധത്തിൽ ജീവിക്കാൻ നമുക്ക്. हम यहाँ ऐसे जिए कि याद रख सके कि हम वहाँ के। നമ്മൾ അവിടുത്തെ ആണെന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്ന രീതിയിൽ നമുക്കിവിടെ ജീവിക്കാനിടയായി തീരട്ടെ. इस सुंदर अवसर के लिए मैं यहाँ की कलीसिया का बहुत बहुत धन्यवाद करता हूँ। जय मसीह। ഈ നല്ല സമയത്തിനായിട്ട് ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.